എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെ എതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗൈസ്. കാരണം ഇപ്പം അറിയാലോ, ഇപ്പോൾ ഷൈനിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. എനിക്ക് കുറേ എന്താ പറയുക, റീൽസും പോസ്റ്റായിട്ട് അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയാൻ ഇൻബോക്സ് തുറക്കാൻ പറ്റാത്ത ലെവലിലായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാലോ. എന്ന് വെച്ചാൽ ആളെ എതിരെ സംസാരിക്കാനൊന്നല്ല ഞാൻ വന്നത്. എനിക്ക് എൻ്റെ ലൈഫിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ അതിവിടെ പറയണം തോന്നി. എന്നാലും എൻ്റെ കുട്ടി, നീ ഇതെങ്ങനെ സഹിച്ചു? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആള് സഹിക്കാനൊന്നുമില്ല. ആള് ആക്ച്വലി കൂളാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നു. ഞങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ട് 9 മാസമായി. ഈ 9 മാസവും എനിക്ക് തോന്നുന്നില്ല ആൾക്കൊരു കേസോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ ഉണ്ടായിരുന്ന ടൈമിൽ. കാരണം ഞാൻ കുറേ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് പറയുകയാണെങ്കിൽ എന്താ എവിടെ തുടങ്ങണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു നല്ല കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതെനിക്ക് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കണ്ടാലും ഒക്കെ മനസ്സിലായിരിക്കും. ഞാൻ ഉള്ള ടൈമിൽ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആളെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നതിനപ്പുറം ആൾ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഷൈൻ ലൊക്കേഷനിൽ എങ്ങനെയാന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ എപ്പോഴും ലൊക്കേഷനിൽ എന്താ പറയുക, ആളാളെ വർക്ക് ചെയ്യാൻ നേരെ കാരവനിലോ അല്ലെങ്കിൽ ആൾക്ക് കൊടുത്ത റൂമിലോ പോവാന്നല്ലാണ്ട് ഒരാളോട് അവിടെ മിങ്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ നിൽക്കാറില്ല. എനിക്ക് എൻ്റെ രാവും പകലും കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ആളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ മിങ്കിൾ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരോടും സംസാരിക്കുക. രാവിലെ മുതലേ തുടങ്ങിയിരിക്കണടാ. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റയും വാട്സപ്പ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്ര വന്നിട്ടുണ്ട്. എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വരെ ലെഫ്റ്റായി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം ഇല്ലാണ്ടായിപ്പോയി. ഒന്നിന് മറുപടി ഇല്ലാണ്ടായിപ്പോയി. ഞാൻ എന്ത് മറുപടി അവിടെ കൊടുക്കേണ്ടത്? ഒരു ചോദിക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി എനിക്ക് കൊടുക്കണ്ടേ? അതെനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിനായി പാച്ചപ്പായോ? ഷൈൻ എപ്പോഴും എൻ്റെ നല്ല ഫ്രണ്ടാണെന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ എപ്പോഴത്തെ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ്. പാച്ചപ്പ് ആയിട്ടൊന്നുമില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയ സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. ഇത്രേ പറയാനുള്ളൂ. ഇനി പോസ്റ്റും റീൽസും ഒന്നും എനിക്ക് ഷെയർ ചെയ്യാതിരിക്കുക. എന്റെ മാനസികാവസ്ഥ മെന്റലാക്കാണ്ടിരിക്കും. ഞാൻ ഓൾറെഡി പകുതി മെന്റലായിരിക്കുന്നത് ഇന്ന്. അത്ര പ്രാന്തം എനിക്ക് ഇളകിയിട്ടുണ്ട്. അത്ര പ്രാന്തം വെച്ചാൽ അത്ര. കാരണം എന്ന് വെച്ചാൽ എത്രയൊക്കെ ആയാലുടോ, ഞാൻ സ്നേഹിച്ചൊരു വ്യക്തിയാണല്ലോ. അപ്പോൾ എനിക്കും കുറേ ഇമോഷൻസും കാര്യങ്ങളും ഉണ്ട്, ഉള്ളിൽ ഫീലിങ്സ് ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലൊരു പച്ച മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയാ, ഇങ്ങനെ അയക്കുമ്പം എനിക്കും കുറച്ച് സങ്കടമൊക്കെ വരും. എന്ത് തെറ്റായാലും ശരിയായാലും എന്തായാലും അത് പറയുമ്പോൾ വല്ലാണ്ട് കൊള്ളും. എനിക്ക് നല്ല കൊള്ളും. എനിക്ക് നല്ല സങ്കടമുണ്ട്. സങ്കടം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എനിക്കിങ്ങനെ അയച്ചിട്ടൊന്നും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക.